സംസ്ഥാനത്ത് പലയിടത്തും മഴക്കെടുതി അതിരൂക്ഷമാവുകയാണ്. നമ്മൾ ഓരോ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. വയനാട്ടിലേക്കാണ്. വയനാട് പിണങ്ങോട് പന്നിയോറയിൽ റോഡിൽ വെള്ളം കയറി. പ്രദേശത്തെ ആദിവാസി ഉന്നതിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ബോട്ട് എത്തിച്ച ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ദീപക് മോഹൻ ചേരുന്നു അവിടെ നിന്നും. ദീപക്, എന്താണ് ഇപ്പോ സ്ഥിതി? ഈ ഉന്നതിയിലൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളതല്ലേ, അവരെ സുരക്ഷിതമായി മാറ്റണം. അപ്പോൾ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ? ഈ പിണങ്ങോട് പന്നിയറയിലാണ് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആദിവാസി ഉന്നതികൾ അടക്കം കുടുങ്ങിക്കിടക്കുന്ന ആദിവാസി ഉന്നതികളിലെ 2 കുടുംബങ്ങളിലെ ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നതായി ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇവിടെ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ബോട്ട് ഉപയോഗിച്ച് ആ ഭാഗത്തേക്ക്, ആദിവാസി ഉന്നതിയിലേക്കുള്ള ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ 2 കുടുംബങ്ങളിലുള്ള ആളുകൾ, അതോടൊപ്പം 3 റിസോർട്ടുകളുണ്ട് അവിടെ. ആ റിസോർട്ടിൽ ഉള്ള ജോലിക്കാർ, ആ റിസോർട്ടിലുള്ള പണിക്കാരടക്കം അവിടെ ഉണ്ട്, കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഫയർഫോഴ്സിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആ മേഖലയിലേക്ക് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഫയർഫോഴ്സ് ജീവനക്കാരും ഒപ്പം സിവിൽ ഡിഫൻസും മറ്റ് സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മളോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞത്. ഇതെപ്പം മുതലായിരുന്നു മഴ തുടങ്ങിയത്? വേറെ മഴ തുടങ്ങിയത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ നിന്നിട്ടില്ല. അത് മഴ എന്താ പറയുക, ഈ പ്രദേശം എന്ന് വെച്ചാൽ വൈത്തിരി മുതൽ പെയ്യുന്ന മഴ മുഴുവൻ എന്താവും ഈ പുഴയിലൂടെയാണ് ഒഴുകി പോകുന്നത്. എതിർഭാഗത്തുള്ള ആദിവാസി കോളനിയിൽ എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, ഉന്നതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്? അത് ഏകദേശം എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയില്ല. അവിടെ ഏകദേശം നല്ല അത്യാവശ്യം കുറേ വീടുകളുണ്ട്, അതുപോലെ റിസോർട്ടുകൾ 2-3 റിസോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. ഫയർഫോഴ്സിന്റെ ആളുകൾ അപ്പുറം പോയിട്ടുണ്ട്. അത് പിന്നെ കുടുങ്ങി കിടക്കുന്ന ആളുകൾ എത്രയാണെന്നുള്ളത് അവർ വിവരം തന്നാലേ ഞങ്ങൾക്ക്. എത്ര റിസോർട്ടുകൾ പ്രവർത്തിക്കും? ഏകദേശം 2-3 റിസോർട്ടുകൾ അവിടെ നിലവിലുണ്ട്. അവിടെ വർക്ക് നടക്കുന്ന റിസോർട്ടും ഉണ്ട്, ആളുകൾ താമസിക്കുന്ന റിസോർട്ടും ഉണ്ട്. അതിന്റെ അത് കറക്റ്റ് അവരപ്പുറം പോയി ഇനി അവരുടെ അപ്ഡേഷൻ കിട്ടിയാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഭാഗത്തേക്ക് എതിലേ പോയിരിക്കുന്നത്? ഫയർഫോഴ്സ് ഈ റോട്ടിലൂടെ തന്നെയാണ്. റോട്ടിൽ വെള്ളം കൂടുതലുണ്ടല്ലോ, അപ്പോൾ റോട്ടിലൂടെ തന്നെയാണ് ബോട്ടും എടുത്തിട്ട് പോയിട്ടുള്ളത്. റോഷിനി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ റോഡിന് മുകളിലൂടെയാണ് നടക്കുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മുട്ടപ്പം തന്നെ വെള്ളമുണ്ട്. എതിർഭാഗത്ത് ഫയർഫോഴ്സുകാർ പോകുന്ന സ്ഥലങ്ങൾ കാണാം. അവിടെ ആ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് റോഡിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് എതിർഭാഗത്തായാണ് ഈ പറഞ്ഞ കൈപ്പട്ടിക്കടവ് ആദിവാസി ഉന്നതി ഉള്ളത്. ആ ആദിവാസി ഉന്നതിയിലുള്ള 2 കുടുംബങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം ഈ മേഖലയിലേക്ക് എത്തിയത്. അതോടൊപ്പം 3 റിസോർട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ റിസോർട്ടിൽ ജോലിക്ക് വന്ന ആളുകളടക്കം അവിടെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ഫയർഫോഴ്സ് ഇപ്പോൾ ബോട്ട് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ആളുകളെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ സുരക്ഷിതരായി തന്നെ പുറത്തേക്ക് ഫയർഫോഴ്സ് എത്തിക്കും. അതിനായി തന്നെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഈ പന്നിയറയിൽ നിന്ന് പുഴയ്ക്കിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. അതായത് പൊഴുതന, വെങ്ങപ്പള്ളി, ഈ 2 പഞ്ചായത്തുകളുടെയും അതിർത്തിയിലൂടെ പോകുന്ന ഒരു പ്രധാന സ്ഥലമാണ്. വലതുഭാഗത്ത് കാണുന്ന സ്ഥലത്ത് വയലാണ്. ആ പ്രദേശം മുഴുവൻ തന്നെ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അത് മുഴുവൻ കൃഷിയിടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാവുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ മുമ്പ് പോകുന്ന ചേട്ടൻ പോകുന്ന സ്ഥലം. നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ. പക്ഷെ അരമണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ വയനാട്ടിൽ പലയിടങ്ങളിലും കനത്ത മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ മഴയുടെ അളവ് രേഖപ്പെടുത്തിയത് വൈത്തിരിയിലാണ്. 208 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രാത്രി കൊണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വയനാട്ടിൽ, പ്രത്യേകിച്ച് വൈത്തിരിയിൽ പെയ്തത്. അതേസമയം സുൽത്താൻ ബത്തേരി മേഖലയിലേക്ക് കനത്ത മഴയില്ലെങ്കിൽ പോലും വൈത്തിരി, അതുപോലെ തന്നെ തലപ്പുഴ, തരിയോട്, അതുപോലെ തന്നെ തവിഞ്ഞാൽ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ കനത്ത മഴയുണ്ട്. ഈ സ്ഥിതി ഇപ്പോൾ, അതായത് ഇനിയും മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി കഴിഞ്ഞ് കൂടുതലിടങ്ങളിലേക്ക് വെള്ളപ്പൊക്കം പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 2018 തന്നെ പ്രളയം വന്ന സ്ഥലം ആണ് എന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളുള്ള സ്ഥലമല്ല ഇവിടെ. പക്ഷേ ഇപ്പോൾ, അതായത് ഇന്നലെ മുതൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾ വേണ്ട, കാരണം നേരത്തെ അവർ പോയിട്ട് ഇപ്പോൾ നിമിഷങ്ങളായിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അടക്കം പുറത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. റോഷ്നി. ദീപക്, വയനാട്ടിൽ ഇപ്പോൾ വൈത്തിരിയിലും ബത്തേരിയിലും മാനന്തവാടിയിലും ഒക്കെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് വെള്ളം കയറുന്നത്. കരുതിയിരിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ പ്രശ്നബാധിതമായിട്ടുള്ള മേഖലകളിൽ മാത്രമല്ല, ഇനി വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അത്തരം ഇടങ്ങളിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമമുണ്ടോ? റോഷ്നി, അതായത് നിലവിൽ വയനാട്ടിൽ എല്ലാം സജ്ജമാണെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം മുൻപൊക്കെ ഉണ്ടായ കള്ളാടി മണ്ണിടിച്ചിൽ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം എല്ലാവിധ സജ്ജീകരണത്തോടും കൂടി
ജാഗ്രതയോടുകൂടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലും അതോടൊപ്പം ജില്ലാ കൺട്രോൾ റൂമും തുറന്ന് സർവ്വസജ്ജമായിരിക്കും. ഇത്തരത്തിൽ മഴക്കെടുതികൾ മൂലമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആളുകൾക്ക് വിളിച്ച് അറിയിക്കാനുള്ള കൺട്രോൾ റൂമുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്ന റോഡാണ്. ആ റോഡിന്റെ സ്ഥലത്ത് ഇപ്പോൾ എതിർഭാഗത്ത് ഫയർഫോഴ്സ് ജീവനക്കാരൊക്കെ നിൽക്കുന്നത് കാണാം. അവിടെ മുട്ടിന് മുകളിൽ തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എതിർഭാഗത്ത് അതായത് പുഴയുടെ ഈ വെള്ളം കയറിയ സ്ഥലത്തിന് എതിർഭാഗത്തായി അവിടെ നിന്ന് ഫയർഫോഴ്സിന്റെ ജീവനക്കാർ ആളുകളെ കയറ്റുന്ന ദൃശ്യം കാണാമെന്നാണ് കരുതുന്നത്. ടോണി കുറച്ചുകൂടി ആളുകൾ പോകുന്നതിന് മുൻഭാഗത്ത് കുറച്ചുകൂടി സൂം ചെയ്യുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ വ്യക്തമാകും. എതിർഭാഗത്ത് നിന്ന് ആളുകളെ ഈ ബോട്ടിൽ കയറ്റുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റോഡിലൊക്കെ തന്നെ കുത്തനെ ഇറക്കം എത്തുന്ന സ്ഥലത്ത് ഒരാൾ ആഴത്തിലൊക്കെ വെള്ളമുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഫയർഫോഴ്സുകാർ മുൻപിൽ പോകുന്നതും അതോടൊപ്പം ഈ ഭാഗത്തേക്ക് ആളുകളെ കയറ്റി വിടാത്തതും. വയനാട്ടിലിപ്പോൾ ബത്തേരി മേഖലയിൽ മാത്രമാണ് മഴ അല്പം കുറവുള്ളത്. പക്ഷേ തലപ്പുഴയിലാണ് ഏറ്റവും അധികം മഴയുള്ള മറ്റൊരിടം. തവിഞ്ഞാൽ മേഖലയിലും വൈത്തിരിയിലും 208 mm മുകളിലേക്ക് എത്തി. അതേസമയം ഡാമുകളിലെ ജലനിരപ്പ് പ്രധാനമായും ബാണാസുര, കാരാപ്പുഴ ഡാമുകളിലെ ജലനിരപ്പിന് ആശങ്കപ്പെടേണ്ട രീതിയിൽ ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ക്യാമ്പുകളൊക്കെ തന്നെ സജ്ജമാണ്. നിലവിൽ നേരത്തെ തരിയോട് മേഖലയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് തയ്യിൽ ഉന്നതിയിൽ നിന്നുള്ള 24 കുടുംബങ്ങളെ ആ മേഖലയിൽ നിന്ന് തരിയോട് LP സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് മുത്തങ്ങ, കല്ലൂർ മേഖലയിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാകുന്ന പ്രദേശം ആ മേഖലയിൽ പ്രത്യേക ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കള്ളാടി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ട് താഴെയുള്ള ആദിവാസി ഉന്നതിയായ കുപ്പച്ചി ഉന്നതിയിൽ വെള്ളം കയറിയിരുന്നു. ആ മേഖലയിൽ നിന്നും ആളുകളെ ചുളിക്ക സ്കൂളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകയാണ്. ഏതായാലും വയനാട്ടിൽ നിർദ്ദേശം ഉണ്ട്. ഇന്ന് റെഡ് അലർട്ടാണ്. ഇന്നലത്തേക്കാൾ കൂടുതൽ മഴ ഇന്നിപ്പോൾ പെയ്യുന്നുണ്ട്. ഇനിയും മഴ കൂടുതലാവുകയാണെങ്കിൽ സ്ഥിതിഗതികൾ വഷളാവും. അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നബാധിത മേഖലയിലുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ബോട്ട് എതിർഭാഗത്ത് നിന്ന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സാർ, ഇപ്പോൾ ബോട്ട് പുറപ്പെട്ടു? ഇല്ല, കിട്ടില്ല. അപ്പം അവർ നേരത്തെ റേഞ്ച് കട്ടായി പോയി. എത്ര കുടുംബങ്ങളുണ്ടെന്ന്? 2 കുടുംബം ഉണ്ടെന്നാണ് പറഞ്ഞത്. കറക്റ്റ് വിവരം കിട്ടിയില്ല. കട്ടായി പോകുന്നുണ്ട്, കേൾക്കുന്നില്ല. ബോട്ടിലെല്ലാവരും കയറ്റിയിട്ടുണ്ടോ? അറിയാമോ? കാണുന്നുണ്ടോ? വരാൻ സമ്മതമില്ല എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത്. അവര് ഭക്ഷണം വെക്ക അരിയിട്ടു അതുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നിർബന്ധിക്കുന്നുണ്ട്. കൂടുതൽ വിവരം ലഭ്യമല്ല. ഓക്കെ. റോഷ്നി, ഈ മഴ പെയ്യുന്ന എതിർഭാഗത്തൊക്കെ കുന്നിൻ ചെരുവുകളിലൊക്കെ വീടുകൾ കാണാം. ആ വീടുകളിലേക്കൊക്കെ പോകാൻ വേറെ വഴികളുണ്ട്. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്ന ആദിവാസി ഉന്നതിയിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനാണ് ഫയർഫോഴ്സ് ശ്രമിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. മഴ കനക്കുക തന്നെയാണ് ചെയ്യുന്നത്. 1 മണിക്കൂർ മുൻപൊക്കെ അല്പം മഴ മാറി നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴ കനത്തു പെയ്യുകയാണ്. ബോട്ട് വരുന്നുണ്ട്. ഹലോ, ഇത് വേറെ ഫോൺ. റോഷ്നി, അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 2 കുടുംബങ്ങളിലെയുള്ള ആളുകൾ, അതോടൊപ്പം 3 റിസോർട്ടിൽ ജോലിക്കെത്തിയ മറ്റ് തൊഴിലാളികളടക്കമുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. റോഷ്നി, ശരി. വയനാട്ടിൽ റെഡ് അലേർട്ട് തുടരുമ്പോൾ കനത്ത മഴയാണ് അവിടെ ജില്ലയിലുള്ളത്. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായ സാഹചര്യമാണ്. ആദിവാസി ഉന്നതികളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ്. ബോട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളെ പുറത്തെത്തിക്കാനാണ് രക്ഷാപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.